നമ്മുടെ ദൈവവും കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു അനേകം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റ അതേ ദിവസം തന്നെ യെരുശലേമിൽ നിന്ന് എമ്മാവോസിലേക്ക് യാത്ര ചെയ്തിരുന്ന 2 പേർക്ക് വഴിയിൽ വെച്ച് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ഒരു സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint Luke, chapter 24, verses 13 through 27. 2 ശിഷ്യന്മാർ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവർ യേശുവിൻ്റെ ആ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല. ആ ശിഷ്യ സ്ത്രീകളെ പോലെ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കണം. അവരിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവ് എന്നായിരുന്നു. മറ്റേ ആളിൻ്റെ പേര് അവിടെ എഴുതിയിട്ടില്ല. അവർ സഞ്ചരിക്കയിൽ യെരുശലേമിൽ നടന്ന സംഗതികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നടന്നത്. വാദിച്ചും തർക്കിച്ചും കൊണ്ട് നടന്നു എന്നാണ് നാം കാണുന്നത്. യേശുദാനും അവരോടൊപ്പം ചേർന്ന് നടന്നു. പക്ഷേ യേശുവിനെ തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. നമുക്ക് വായിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. പക്ഷേ അവനെ തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. യേശു അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഏത് എന്ന് യേശു അവരോട് ചോദിച്ചതിന് അവർ യേശുവിനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എമ്മാവോസിലേക്ക് പോകുന്ന ആ 2 യാത്രക്കാർ വഴിനീളെ സംസാരത്തിനിടയിൽ വാദിച്ചും തർക്കിച്ചും അങ്ങനെ നടക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, ആ യേശുദാനും അവരോടൊപ്പം ചേർന്ന് നടന്നു. ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? എന്തിനാണ് ഈ തർക്കം? വാട്ട്സ് ദ മാറ്റർ? വാട്ട് ആർ യു ഡിസ്കസിങ് ടുഗദർ ആസ് യു വാക്ക് അലോങ്? അവർ നിന്നു, വാടിയ മുഖത്തോടെ നിന്നു എന്നാണ് നാം വായിച്ചത്. They stood still, their faces downcast. എന്താണ് അവരുടെ മുഖം വാടുവാൻ കാരണം? യെരുശലേമിൽ നടന്ന സംഗതികൾ എത്ര സംസാരിച്ചിട്ടും വാദിച്ചിട്ടും തർക്കിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായതൊന്നും വിശ്വസിക്കുവാനും കഴിയുന്നില്ല. എന്താണ് ഈ കേൾക്കുന്നത്?
എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നോ? വിശ്വസിക്കുവാൻ പ്രയാസം. മാത്രവുമല്ല, അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന ഈ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല. ആ വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്, എന്തിനാണ് തർക്കിക്കുന്നത് എന്ന്. ആ വ്യക്തി യേശു ആണെന്നറിയാതെ ഈ യാത്രക്കാർ ചോദിക്കുകയാണ്, ആർ യു ദി ഓൺലി വൺ ലിവിങ് ഇൻ ജെറൂസലേം who doesn't know the things that have happened there in these days? യേശു ചോദിച്ചു, വാട്ട് തിങ്സ്? അവർ പറഞ്ഞു, എബൌട്ട് ജീസസ് ഓഫ് നാസറത്ത്. ഇനിയും ആ നസ്രാനായ യേശുവിനെ പറ്റി യേശുവിനോട് തന്നെ പറയുകയാണ്. He was a prophet, powerful in word and deed before God and all the people. But the chief priests and our rulers handed him over to be sentenced to death, and they crucified him. അവനെ അവർ ക്രൂശിച്ചു. But we had hoped that he was the one who was going to redeem Israel. And what is more, it is the third day since all this took place. In addition, some of our women amazed us. They went to the tomb early this morning but didn't find his body. They came and told us that they had seen a vision of angels who said he was alive. Then some of our companions went to the tomb and found it just as the women had said, but him they did not see. ഇത്രയും കാര്യങ്ങൾ യേശുവാണെന്നറിയാതെ യേശുവിനോട് ഇവർ പറഞ്ഞു. ഇതെല്ലാം കേട്ട ശേഷം യേശു അവരോട് പറയുന്നു, ഹൗ ഫൂളിഷ് യു ആർ ആൻഡ് ഹൗ സ്ലോ ഓഫ് ഹാർട്ട് ടു ബിലീവ് ഓൾ ദാറ്റ് ദ പ്രോഫറ്റ്സ് ഹാവ് സ്പോക്കൺ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നൊക്കെയും വിശ്വസിക്കുവാൻ കഴിയാത്ത ബുദ്ധിഹീനരായിപ്പോയല്ലോ നിങ്ങൾ. Did not the Christ have to suffer these things and then enter his glory? ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ? യേശു അവരോട് പറഞ്ഞു. പിന്നീട് എന്താണ് യേശു ചെയ്തത്? Beginning with Moses and all the prophets, he explained to them what was said in all the scriptures concerning himself. തന്നെപ്പറ്റി മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നതെല്ലാം തിരുവെഴുത്തുകളെ അടിസ്ഥാനപ്പെടുത്തി യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ബുദ്ധിഹീനരെ പോലെ, മന്ദബുദ്ധികളെ പോലെ കാണപ്പെട്ട അവർക്ക് തിരുവെഴുത്തുകളിൽ തന്നെപ്പറ്റി രേഖപ്പെടുത്തിയിരുന്നത് യേശു പഠിപ്പിച്ചു കൊടുത്തു. അവർ മനസ്സിലാക്കണമായിരുന്നു, മോശയുടെ ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ബലികളെല്ലാം യേശുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ മുൻകുറിയായിരുന്നു എന്ന്. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം കാൽവറിയിലെ കൊലമരത്തിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ സൂചകമായിരുന്നു. 22-ാം സങ്കീർത്തനം യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ പ്രവചനമാണ്. അതുപോലെ യെശയ്യാ പ്രവാചകൻ്റെ 53-ാം അധ്യായം. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി യേശു സഹിച്ച പീഡാനുഭവങ്ങളും ക്രൂശുമരണവും ഉയർപ്പും ആ രക്ഷണ പ്രവൃത്തികളെല്ലാം തിരുവെഴുത്തുകളിൽ പ്രവചനമായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ വചനഭാഗം നാം പഠിക്കുമ്പോൾ നാം പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രവചനങ്ങളുടെ നിവൃത്തിയായ, പ്രവചനങ്ങളുടെ പൊരുളായ യേശുക്രിസ്തു നമ്മോടുള്ള മഹാസ്നേഹ നിമിത്തം നമ്മിലൊരുവനെ പോലെയായി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്ക് കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും അനുഭവിക്കുവാനും പറ്റുന്ന വിധത്തിൽ ഒരു ടാഞ്ചിബിൾ പ്രസൻസാണ് യേശുക്രിസ്തു സാധ്യമാക്കിയത്. യേശുക്രിസ്തുവിനെ തൊട്ടവർ അനേകരാണ്. യേശുക്രിസ്തു തൊട്ടവർ അനേകരാണ്. യേശുക്രിസ്തുവിൽ നിന്ന് കേട്ടവർ
യേശുക്രിസ്തുവിനെ കണ്ടവർ, യേശുക്രിസ്തുവിൽ നിന്ന് സൗഖ്യം അനുഭവിച്ചവർ അനേകരാണ്. ഇന്നും അതേ അനുഭവം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് സാധ്യമാണ്. അത് അവർ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശരീരം കാൽവറിയിൽ തകർക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. ആ രക്തം ഒഴുക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. ആ തിരുശരീര രക്തങ്ങളിൽ നാം പങ്കാളികളാകുമ്പോൾ, നാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, അതായത് യേശുക്രിസ്തു ചെയ്ത ആ വലിയ പ്രവൃത്തിയിൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി യേശു എന്താണ് ചെയ്തത്, ആ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുമ്പോൾ, യേശുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി നാം സ്വീകരിക്കുമ്പോൾ, നാം അവനിലും അവൻ നമ്മിലും വസിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ആ അനുഭവമാണ് ശരീരരക്തങ്ങളുടെ ആ പാർട്ടിസിപ്പേഷനിൽ സാധ്യമാകുന്നത്. യേശു അതാണ് സാധ്യമാക്കിയത്. ഇതിനെ ഹോളി കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത്, വിശുദ്ധ സംസർഗം. യേശുക്രിസ്തു നമ്മിലും നാം യേശുക്രിസ്തുവിലും വസിക്കുന്ന അവസ്ഥ, ആ അനുഭവം. എമ്മാവോസിലേക്ക് പോയ ആ 2 യാത്രക്കാരായ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. They were kept from recognizing Jesus. പിന്നെ എപ്പോഴാണ് അത് യേശു ആയിരുന്നു എന്ന് അവർ അറിഞ്ഞത്? 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സംഭവം നാം കാണുന്നത്. അവർ പോകുന്ന ഗ്രാമത്തോട് സമീപിച്ചപ്പോൾ, അതായത് എമ്മാവോസിനോട് അടുത്തപ്പോൾ, യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ നിർബന്ധിച്ചു. യേശു അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. പെട്ടെന്ന് അവർ ഓർക്കുകയാണ്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. എമ്മാവോസിനോട് അടുക്കാറായപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇവർ എമ്മാവോസിൽ പോകാതെ തിരികെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കാരണം അവർ വലിയൊരു സംഭവമാണ് നേരിൽ കണ്ടത്. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ കണ്ടവർ അത് മറ്റ് ശിഷ്യന്മാരോട് പറയുവാൻ തക്കവണ്ണം യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് യേശുവുമായുള്ള ആ സംസർഗം, ആ കമ്മ്യൂണിയൻ എപ്പോൾ നമ്മൾക്ക് ലഭിക്കുമോ അപ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഈ യേശുവിനെ പറ്റി നാം മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം നാം ജാഗരൂകരായിരിക്കും. അതിനുവേണ്ടി നാം എന്തും ചെയ്യും, നാം അതിനുവേണ്ടി പുറപ്പെടും. കാരണം മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ കാണുക, തിരിച്ചറിയുക എന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതം തന്നെ അതിനുവേണ്ടിയുള്ളതായിരിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. നാം ജീവിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുക, നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുക, അവനുമായിട്ടുള്ള ആ കമ്മ്യൂണിയനിൽ ആയിരിക്കുക. അതാണ് അഭികാമ്യം.
ഏവനും ആഗ്രഹിക്കേണ്ടത് അതാണ്. യേശുക്രിസ്തുവുമായുള്ള ആ കമ്മ്യൂണിയൻ സാധ്യമാകുന്നത് അവനിലെ വിശ്വാസത്താലാണ്. എനിക്ക് വേണ്ടിയാണ് യേശു കാൽവറിയിൽ യാഗമായത്. എനിക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ കൈകാലുകൾ ആണികളാൽ അടിക്കപ്പെട്ടത്. എനിക്ക് വേണ്ടിയാണ് യേശു കല്ലറയിൽ അടക്കപ്പെട്ടത്. എനിക്ക് വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. എനിക്ക് വേണ്ടിയാണ്, എന്നെ ചേർക്കുവാനാണ് യേശു വീണ്ടും വരുന്നത് എന്നുള്ള ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാം. നമുക്ക് യേശുവിൻ്റെ ആ രക്ഷണ്യ പ്രവർത്തികളെ ധ്യാനിക്കാം. Were you there when they crucified my Lord? Were you there when they crucified my Lord? Sometimes it causes me to tremble, tremble, tremble. Were you there when they crucified my Lord? Were you there when they nailed him to the tree? Were you there when they nailed him to the tree? Sometimes it causes me to tremble, tremble, tremble. Were you there when they nailed him to the tree? Were you there when they laid him in the tomb? Were you there when they laid him in the tomb? Sometimes it causes me to tremble, tremble, tremble. Were you there when they laid him in the tomb? Were you there when the stone was rolled away? Were you there when the stone was rolled away? Sometimes it causes me to tremble, tremble, tremble. Were you there when the stone was rolled away? Were you there when he rose up from the dead? Were you there when he rose up from the dead?
shouting, Glory, glory, glory. Were you there when he rose up from the dead? Were you there when he rose up